ഇന്ത്യൻ നേവിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു മ്യൂസിഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ നേവി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയറിനേക്കാൾ ഉപരി പ്രൊഫഷണലി സ്കില്ലുള്ള ആളെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും. കുളി എല്ലാം കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞിട്ട് ഡോഗ് വാച്ച് എന്ന് പറയുന്ന ഒരു നേവി മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മിലിറ്ററി ബാൻഡ് എന്ന് പറയുന്നത് 13th സെഞ്ച്വറിയിലാണ് തുടക്കം എന്നാണ് നമ്മുടെ ഹിസ്റ്ററിയൊക്കെ പറയുന്നതെങ്കിലും ഇന്ത്യൻ നേവിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു മ്യൂസിഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ 5:30 അവർക്ക് എണീക്കണം. മോർണിംഗ് PT ഉണ്ടാവും, ഒരു 3/4 മണിക്കൂർ PT ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൊട്ടീനെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബോത്ത് വാച്ചസ് എല്ലാം കഴിഞ്ഞു തിരിച്ച് നമ്മൾ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോങ് നോട്ട് എന്ന് പറയുന്ന ഒരു, അതായത് നമ്മൾ യോഗ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റിനും ഓരോ രീതികളാണ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പം ഒരു മണിക്കൂർ നമ്മൾ ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ, അതായത് ലോങ് നോട്ട്, ടങ്കിങ്, പിന്നെ ഒത്തിരി എക്സസൈസ് രീതികളുണ്ട്. ആ എക്സസൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതാണോ അടുത്ത ഒരു ഈവൻറ്റ് വരുന്നത് ആ ഈവൻറ്റിൻ്റെ മ്യൂസിക് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇൻചാർജ് വരും, ആ പുള്ളിക്കാരൻ പറയും ഈ മാർച്ചാണ് നമുക്ക് വായിക്കേണ്ടത്. അതിന് ഞങ്ങൾ 4 വോയിസിലാണ് ബാൻഡിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുപ്രാണോ വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണോ അവർ ഒരു ആളുടെ കീഴിൽ ഏൽപ്പിക്കുകയും ആൾട്ടോ, ടെന്നർ, ബേസ് വോയിസ് ഇതെല്ലാം 4 ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവർ ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഈ മാർച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോദിക്കുമെന്ന് പറയും. അങ്ങനെ നമ്മൾ ഇൻഡിവിജ്വൽ പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ട് കമ്പൈൻ പ്രാക്ടീസ്, ഇൻഡിവിജ്വൽ പ്രാക്ടീസ് കഴിഞ്ഞ് 1 മണിക്കൂർ നമ്മൾ ഈ ലോങ് നോട്ട് എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് പറയും ഈ മാർച്ചാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്, നിങ്ങളെല്ലാവരും ഒന്ന് ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ ഓരോ സെക്ഷനിലെ സീനിയർ മോസ്റ്റ് അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു നന്നായി വായിക്കുന്ന ആ ആൾ ഇൻസ്ട്രക്ടറായിട്ട് നിൽക്കും. എപ്പോഴും നമ്മുടെ നേവി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയറിനേക്കാൾ ഉപരി പ്രൊഫഷണലി സ്കില്ലുള്ള ആളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ വ്യക്തിയുടെ കീഴിൽ ഒരു 2 മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം 10:30 മണിയാകുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡീസി എന്ന് പറയുന്ന ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ആ സ്റ്റാൻഡീസി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വന്നിട്ട് കമ്പൈൻ എന്ന് പറയുമ്പം ഈ 4 വോയിസിലെ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നത്, അത് ബ്രാസ് ഇൻസ്ട്രുമെൻറ്റ്, പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്, വുഡ്വിൻ ഇൻസ്ട്രുമെൻറ്റ്, ഈ 4 പേരും വന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പുള്ളി പറയും എവിടെയാണോ ബാലൻസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇത് ബാലൻസിങ് വളരെ ഇതാണ്. പിന്നെ പ്രൊണൗൺസിയേഷൻ, ഡൈനാമിക്, ഇങ്ങനെയുള്ള പുള്ളി കുറച്ച് കറക്ഷൻ എല്ലാം ചെയ്തിട്ട് പിന്നെയും നമ്മൾ ഇൻഡിവിജ്വൽ പ്രാക്ടീസിലേക്ക് പിന്നെയും വിടും. അതിനുശേഷം നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്കാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു കമ്പൈൻ പ്രാക്ടീസ് ഒരു 2 മണിക്കൂർ കഴിയും. അതിനുശേഷം ബ്രേക്ക് 3:30 ഒരു ബ്രേക്കുണ്ട്, ടീ ബ്രേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ നമ്മുടെ ഇൻഡിവിജ്വൽ പ്രാക്ടീസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു 5:30 മണിയാകുമ്പോൾ നമുക്ക് സെക്യൂർ ആകും. ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി വാച്ച് എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. അതായത് യൂണിറ്റ് ഓഫ് അവറിൽ നമ്മുടെ യൂണിറ്റ് എപ്പോഴും റൺ ആവണമല്ലോ. അപ്പം റെഡ് വാച്ച്, ബ്ലൂ വാച്ച്, വൈറ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ 3 വാച്ച് സിസ്റ്റമുണ്ട്. അപ്പം ഏതാണോ വാച്ചിലുള്ള ആൾക്കാർ പോയിട്ട് ബാക്കി കുളി എല്ലാം കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞിട്ട് ഡോഗ് വാച്ച് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് നമ്മൾ രാവിലെ പഠിച്ചിട്ട് മനസ്സിലാകാത്തതും കുറച്ചുകൂടി അതിന് ഒരു ഡൈനാമിക്കും പ്രൊണൗൺസിയേഷനൊക്കെ നന്നായി ചെയ്യുവാൻ വേണ്ടി ഒരു ഡോഗ് വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ ആ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടി വാച്ചിലുള്ളവർ ഡ്യൂട്ടി വാച്ചിൽ അവിടെ ക്ലീൻഷിപ്പ് ഉണ്ടാകും. നമ്മളെ യൂണിറ്റും നമ്മുടെ താമസിക്കുന്ന അക്കോമഡേഷൻ എല്ലാം നമ്മൾ തന്നെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. എപ്പോഴും നേവി എന്ന് പറയുന്നത് എപ്പോഴും നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഡ്യൂട്ടി വാച്ച് ഒഴികെ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ 9 മണിയാകുമ്പോൾ ഒരു റൗണ്ട് ഉണ്ട്. അത് ഓഫീസർ ഓഫ് ദ ഡേ, ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷനും പിന്നെ യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷനും നമ്മുടെ പ്രത്യേകിച്ച് ഈ ഗ്യാസ് ഉപയോഗിക്കുന്നതിൽ എന്നുണ്ടെങ്കിൽ മിഷനറീസ് എല്ലാം ഓഫാണോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളുടെ യൂണിറ്റിലും, ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എല്ലാ തലങ്ങളിലും അവർ പോയിട്ട് ചെക്ക് ചെയ്ത് എല്ലാം സെക്യൂർ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവർ വന്ന് 10 മണിയാകുമ്പോൾ പൈപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇത് ഇത്രയും കഴിഞ്ഞു, എല്ലാം ഭംഗിയായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും നാളത്തെ റൊട്ടീൻ എന്താണെന്ന്. അപ്പോൾ എല്ലാ ദിവസവും സെക്യൂർ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഡെയിലി ഓർഡർ എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. നാളെ നമ്മളെ ഈവൻ്റ് എന്തൊക്കെയാണ് അതെല്ലാം വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം, അതായത് എല്ലാവരും അവയർനെസ്സാണ് നാളെ എണീറ്റാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തിട്ടാണ് ഒരു ദിവസം നമ്മൾ അവസാനിക്കുന്നത്. 4:45 മണിയാകുമ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിരിക്കണം. ഒരു 13 കിലോമീറ്ററോളം ഒരു ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. രാവിലെ പാല് തരും, മുട്ട തരും, പിന്നെ വളരെ ആരെയും പുറത്ത് വിടത്തില്ല, ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ ഒരു വലിയ ഒരു രോമാഞ്ചം ഇല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യും. 1 കിലോമീറ്ററോളം അവർ നിരന്ന് നിന്നിട്ട് പൂവെല്ലാം നമ്മളെ ദേഹത്ത് എറിയുകയും